ഇന്ത്യൻ വാഹന വിപണിയിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ? ശരിക്കും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇലക്ട്രിക് വണ്ടികളുടെ കാര്യത്തിൽ, പിന്നെ സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ഓട്ടോമാറ്റിക് കാറുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്, കയ്യിലുള്ള റിപ്പോർട്ടുകളൊക്കെ വെച്ച്. അതെ, പുതിയ മോഡലുകള്, പിന്നെ വിലകള്, ഈ ചാർജിംഗ് സൗകര്യങ്ങളുടെ കാര്യം, അങ്ങനെ കുറേയുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ? നിങ്ങൾക്ക് ഇതെങ്ങനെ ഗുണം ചെയ്യും, അല്ലെങ്കിൽ എവിടെ ശ്രദ്ധിക്കണം? അതാണ് നമ്മൾ നോക്കുന്നത്. ശരി, നമുക്ക് ആ വലിയ ചിത്രം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ EV ലോകത്തെ ആ വലിയ വാർത്ത, ടെസ്ല മോഡൽ Y ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് വന്നു. എന്താണ് പ്രധാന കാര്യങ്ങൾ? ടെസ്ലയുടെ വരവ് അത് ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. മോഡൽ വൈയുടെ വില തുടങ്ങുന്നത് 59.89 ലക്ഷം രൂപ മുതലാണ്. ഇത് എക്സ്ഷോറൂം വിലയാണ് കേട്ടോ. ഓഹോ, ഏകദേശം 60 ലക്ഷം. അങ്ങനെ 2 വേരിയന്റുകളാണ് ഉള്ളത്. മുംബൈ BKCയിൽ ആദ്യത്തെ ഷോറൂമും തുറന്നു. കൊള്ളാം. അപ്പോൾ പ്രീമിയം EV മാർക്കറ്റിൽ നല്ല മത്സരമാവല്ലേ? ബുക്കിംഗ്, ഡെലിവറി കാര്യങ്ങളോ? ഉറപ്പായും പ്രീമിയം സെഗ്മെന്റിൽ ഒരു ഇളക്കം ഉണ്ടാക്കും ഇത്. ബുക്കിംഗ് ഓൾറെഡി തുടങ്ങി. സ്റ്റാൻഡേർഡ് മോഡൽ ഈ ക്വാർട്ടറിൽ തന്നെ, അതായത് ജൂലൈ സെപ്റ്റംബർ. ലോങ് റേഞ്ച് വരുന്നത് ഒക്ടോബർ മുതൽ ഡെലിവറി ചെയ്യുമെന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം. ശരി. ടെസ്ലയുടെ വരവ് എന്തായാലും മറ്റുള്ളവർക്ക് ഒരു പുഷ് കൊടുക്കും. തീർച്ചയായും. അപ്പൊ മറ്റു കമ്പനികള്, കിയയുടെ പുതിയ EV അതെന്താണ്? കിയ അവരുടെ കാരൻസ് ഇല്ലേ, അതിന്റെ ഇലക്ട്രിക് രൂപം കൊണ്ടുവന്നു, കാരൻസ് EV. കാരൻസിന്റെ EV. അതെ, വില വരുന്നത് 17.99 ലക്ഷം മുതൽ 24.49 ലക്ഷം വരെയാണ്. ഇത് കുറച്ചുകൂടി ഒരു ഫാമിലി ഓറിയന്റഡ് EV എന്ന് പറയാം. അതായത് ടെസ്ലയുടെ പ്രീമിയം റേഞ്ചിൽ നിന്ന് മാറി കുറച്ചുകൂടി അഫോർഡബിൾ ആയ ഒരു ഫാമിലി ഓപ്ഷൻ. ബാറ്ററി പാക്കുകൾ 2 ഓപ്ഷൻ ഉണ്ട്. 42 kWh, പിന്നെ ഒരു 51.4 kWh. ചെറിയ വേരിയന്റിന് 42ഉം കൂടിയതിന് 51.4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രിക് ഫാമിലി വണ്ടി നോക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും അല്ലേ? അതെ, സാധ്യതയുണ്ട്. അപ്പൊ ടെസ്ല, കിയ, ഇനി പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ട്. വിയറ്റ്നാമിൽ നിന്നുള്ള വിൻഫാസ്റ്റ്. അവരിപ്പോ ഇന്ത്യയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. വിൻഫാസ്റ്റോ? അതെ, അവരുടെ VF6, VF7 ഇലക്ട്രിക് SUVകളുടെ ബുക്കിംഗ് തുടങ്ങി. 21,000 രൂപയാണ് ബുക്കിംഗ് എമൗണ്ട്. റീഫണ്ടബിൾ ആണ്. അവർക്ക് 27 സിറ്റികളിലായി 32 ഡീലർഷിപ്പുകൾ തുടങ്ങാനും പ്ലാനുണ്ട്. കൊള്ളാം. ഒരു പുതിയ ഇന്റർനാഷണൽ ബ്രാൻഡ് കൂടി വരുന്നു. ഈ VF6 ആരുമായൊക്കെ ആവും മത്സരിക്കുക? VF6 പ്രധാനമായിട്ടും ടാറ്റയുടെ കർവ് EV, പിന്നെ ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്, MG ZS EV, ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ മത്സരം കൂടുകയാണ്. പക്ഷേ എപ്പോഴുള്ള ചോദ്യം, ഇത്രയും EVകൾ വരുമ്പോൾ ചാർജിംഗ് സൗകര്യം അതെന്തായി? അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഡേറ്റ ഉണ്ട്. ഒരു റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിലെ പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് 5 ഇരട്ടിയായി. 5 ഇരട്ടിയോ? അതെ. FY22 ഒരു 5000-നടുത്ത് ഉണ്ടായിരുന്നത് FY24 അവസാനമായപ്പോഴേക്കും 25,000 കടന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് കണക്ക് 26,367 ആണ്. അത് കൊള്ളാലോ. ഗവൺമെന്റ് സപ്പോർട്ടൊക്കെ ഉണ്ടാവുമല്ലേ? പുഷുണ്ട് ഗവൺമെന്റ് സൈഡിൽ നിന്ന്. പക്ഷേ ഈ 5 ഇരട്ടി എന്ന് കേൾക്കുമ്പോൾ കൊള്ളാം. എന്നാലും നമ്മുടെ റോഡിലുള്ള EVകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോഴോ ഇത് മതിയോ? അതാണ് അടുത്ത പോയിന്റ്. ഈ വളർച്ചയുണ്ടെങ്കിലും ഒരു യാഥാർത്ഥ്യം എന്താന്ന് വെച്ചാൽ, നിലവിൽ ഏകദേശം 235 ഇലക്ട്രിക് വണ്ടികൾക്ക് ഒരു പബ്ലിക് ചാർജിംഗ് സ്റ്റേഷൻ. അതാണ് റേഷ്യോ. ഓഹോ, 235 വണ്ടിക്ക് 1. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വശത്ത് EVകളുടെ ആവേശം, മറുവശത്ത് ഈ ഇൻഫ്രയുടെ റിയാലിറ്റി. ശരി, ഇനി നമുക്ക് ഈ EVകൾ വിട്ട് കുറച്ചുകൂടി സാധാരണക്കാർക്ക് പറ്റിയ ഓട്ടോമാറ്റിക് കാറുകളിലേക്ക് വരാം. ഹ്യുണ്ടായി ഓറെ, അതിലെന്താണ് പുതിയ സംഭവം? ഹ്യുണ്ടായി ഒരു നല്ല നീക്കം നടത്തി. അവരുടെ ഓറ സെഡാൻ ഇല്ലേ, അതിന്റെ കുറഞ്ഞ വേരിയന്റ് S വേരിയന്റ്, അതിലിപ്പോ AMT കിട്ടും. അപ്പോ ബേസ് മോഡലിനോട് അടുത്ത വേരിയന്റിൽ തന്നെ ഓട്ടോമാറ്റിക് ആയി. വിലയോ 8.08 ലക്ഷം രൂപയാണ് അതിന്റെ എക്സ്ഷോറൂം വില. കൊള്ളാം. മുൻപ് ഓറയുടെ ടോപ്പ് വേരിയന്റിൽ SX പ്ലസിൽ മാത്രമേ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറഞ്ഞ ബഡ്ജറ്റിലും ഇനി ഓട്ടോമാറ്റിക് സെഡാൻ കിട്ടും. ഇത് ആർക്കായിരിക്കും കൂടുതൽ ഉപകാരം? ഇത് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന്റെ ആ ഒരു സൗകര്യം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും. സിറ്റിയിലൊക്കെ ഓടിക്കുന്നവർക്ക്, ട്രാഫിക്കിലൊക്കെ. അതെ, സിറ്റി ഡ്രൈവ് എളുപ്പമാവും. വലിയ വില കൊടുക്കാതെ ഒരു ഓട്ടോമാറ്റിക് സെഡാൻ കിട്ടുന്നു എന്നത് നല്ല കാര്യമല്ലേ? ഓട്ടോമാറ്റിക് കാറുകൾ കൂടുതൽ പോപ്പുലർ ആവുന്നതിന്റെ ഒരു സൂചന കൂടിയാണിത്. ശരിയാണ്. അപ്പോൾ നമ്മളൊന്ന് സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാല്, ഇന്ത്യൻ കാർ മാർക്കറ്റ് കൂടുതൽ ഇലക്ട്രിക്കിലേക്കും അതേപോലെ കൂടുതൽ സൗകര്യപ്രദമായ ഓട്ടോമാറ്റിക് ടെക്നോളജിയിലേക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ടെസ്ല, കിയ, വിൻഫാസ്റ്റ് ഇവരുടെയൊക്കെ EVകൾ ഒരു സൈഡില്. മറ്റേ സൈഡില് ഹ്യുണ്ടായുടെ ഈ ഓറ SMT പോലുള്ള നീക്കങ്ങൾ സാധാരണ കാറിലേക്കും ഓട്ടോമാറ്റിക് എത്തുന്നു. പക്ഷേ ആ EVകളുടെ കാര്യത്തില് ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നുണ്ട്. ആ 1.235 റേഷ്യോ നമ്മൾ മറക്കരുത്. തീർച്ചയായും. അപ്പോ ഈ വിശകലനം കേൾക്കുന്ന നിങ്ങളോടൊരു ചോദ്യം, ഒരു പുതിയ കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പുതിയ EVകളുടെ ആകർഷണവും അതേസമയം ചാർജിംഗ് സൗകര്യങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും, ഇത് രണ്ടും വെച്ച് നിങ്ങൾ എങ്ങനെ ഒരു തീരുമാനമെടുക്കും? അതോ ഈ ഓര SAMT പോലെ നിലവിലുള്ള ടെക്നോളജിയുടെ സൗകര്യം കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതാണോ നിങ്ങൾക്കിപ്പോൾ കൂടുതൽ പ്രാധാന്യം?